Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളിലേക്ക്. തകർത്തു പെയ്യുന്ന മഴയിലും തളരാതെ ഉത്രാടപ്പാച്ചിൽ. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കം പ്രമാണിച്ച് പയ്യന്നൂർ നഗരത്തിൽ വൻ ജനത്തിരക്ക്. ഇത്തവണത്തെ ഓണം മഴയിൽ മുങ്ങിയേക്കും. കാണാം സ്പെഷ്യൽ റിപ്പോർട്ട്. ഉത്രാട ദിനത്തിൽ പെയ്തൊഴിയാത്ത പെരുമഴയെ വകവയ്ക്കാതെ അവസാനവട്ട ഓണക്കോപ്പുകൾ സ്വന്തമാക്കാൻ നഗരത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ പയ്യന്നൂർ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നു. രാവിലെയോടെ പെയ്തിറങ്ങിയ ശക്തമായ മഴ ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള മലയാളി മനസ്സിന്റെ ആവേശത്തിന് തടസ്സമായില്ല. പുതിയ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും രാവിലെ മുതൽ പെരുമ്പ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രധാന പാതകളിലും ബൈപ്പാസുകളിലും കടുത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കേളോത്ത് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ പ്രധാന കവലകളിലും ഷോപ്പിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിലും പോലീസ് പ്രത്യേക ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കനത്ത മഴ വഴിയോര കച്ചവടക്കാരെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും എത്തിയ പൂക്കളുടെ വിപണിയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണസദ്യ ഉറപ്പാക്കാൻ പച്ചക്കറി കടയിലും ഷോപ്പിംഗ് മാളുകളിലും തിരക്കാണ്. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് ഷോപ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് കുടുംബസമേതമുള്ള വാങ്ങലുകൾ വൈകുന്നേരത്തോടെ കൂടുതൽ ശക്തി പ്രാപിച്ചു. തുടർച്ചയായ മഴ കാരണം വ്യാപാരം പ്രതീക്ഷിച്ചതിലത്ര വേഗത്തിലായിരുന്നില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ ജനങ്ങൾ നഗരത്തിലേക്കിറങ്ങി. മഴ പെയ്താലും തിരുവോണ നാളിലെ ഓണസദ്യയും ആഘോഷങ്ങളും ഒട്ടും പൊലിമ കുറയാതെ ആഘോഷിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ജനങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയെ തുടർന്ന് കാര്യങ്കോട് പുഴയുടെ ചെറുപുഴ ഭാഗത്ത് ക്രമാതീതമായി ജലനിരപ്പുയർന്നു. രാജഗിരി, കോഴിച്ചാൽ, ജോസ്ഗിരി, ആലക്കോട് പഞ്ചായത്തിലെ മൂന്നാം കുന്ന് ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും ഉയർന്നതോടെ അധികൃതർ കടുത്ത ജാഗ്രതയിൽ. കനത്ത മഴയെ തുടർന്ന് കാര്യങ്കോട് പുഴയുടെ ചെറുപുഴ ഭാഗത്ത് ക്രമാതീതമായി ജലനിരപ്പുയർന്നു. രാജഗിരി, കോഴിച്ചാൽ, ജോസ്ഗിരി, ആലക്കോട് പഞ്ചായത്തിലെ മൂന്നാം കുന്ന് ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും ഉയർന്നതോടെ അധികൃതർ കടുത്ത ജാഗ്രതയിൽ. ഓഗസ്റ്റ് 1 കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളാണിത്. കഴിഞ്ഞ തവണ പുഴ കരകവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറിയ കോലുവള്ളി, വയലായി, പുളിങ്ങം, ഉമയംചാൽ ഭാഗങ്ങളിൽ ഇത്തവണയും സമാന സാഹചര്യമുണ്ടായേക്കാമെന്ന് വിലയിരുത്തിയ അധികൃതർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസന്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, മെമ്പർമാരായ KD പ്രവീൺ, ജമീല കോളയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തി. ആലക്കോട് പഞ്ചായത്തിലെ മൂന്നാം കുന്ന് ചോല റോഡിലേക്ക് ഉരുൾപൊട്ടി വെള്ളമൊഴുകിയെത്തി റോഡ് തകർന്നു. ഇതുവഴി റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രദേശവാസികൾ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പഞ്ചായത്ത് കുളവും 2 കിണറുകളും കല്ലും മണ്ണും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. അപകട സാധ്യത വിലയിരുത്തി ഒരു കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കൊലപാതക ശ്രമത്തിനിടെ 60% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കരിവെള്ളൂർ കൂക്കാനത്തെ അമ്മയുടെയും മകളുടെയും ചികിത്സാ ചിലവ് കണ്ടെത്തുന്നതിനായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ചു. കൂക്കാനം AKG വായനശാല പരിസരത്ത് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കൊലപാതക ശ്രമത്തിനിടെ 60% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന കരിവെള്ളൂർ കൂക്കാനത്തെ അമ്മയുടെയും മകളുടെയും ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ചു. കൂക്കാനം AKG വായനശാല പരിസരത്ത് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായ കമ്മിറ്റികളെല്ലാം ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച്
സമയബന്ധിതമായി പൂർത്തീകരിച്ച് വിജയിപ്പിച്ച നാടുകൂടിയാണ് കൂക്കാൻ എന്ന് പറയുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ അതിനു മുന്നിൽ എല്ലാ കാലവും നിവർന്നു നിന്നിട്ടുള്ള നാടുകൂടിയാണ് നമ്മുടെ. ചടങ്ങിൽ വാർഡ് മെമ്പർ പി യു സുജാത അധ്യക്ഷയായി. വി കെ നിഷ, എം ശശിമോഹനൻ, പി വി ചന്ദ്രമാസ്റ്റർ, ഡോക്ടർ എം വി വിജയകുമാർ, ടി വി രാജൻ, ടി വി ശ്രീയേഷ്, കെ പ്രസാദ്, ശോഭ കല്ലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ടി വി രാജൻ കമ്മിറ്റി കൺവീനറായും പി യു സുജാത ചെയർമാനായും ടി വി ശ്രീയേഷ് ട്രഷററായുമുള്ള ചികിത്സാ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. ഫോൺ 9447518892. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ഗ്യാസ് ടാങ്കർ ലോറി ബ്രേക്ക് ഡൌണായി. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. പാലത്തിന് മുകളിൽ ലോറി നിർത്തിയതിനാൽ ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയാണ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് താവം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ കുടുങ്ങിയത്. കേരളത്തിൽ ലോഡിറക്കി മംഗലാപുരത്തേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് ലോറി പാലത്തിന്റെ ഏകദേശം നടുഭാഗത്ത് വെച്ച് ബ്രേക്ക് ഡൌൺ ആയത്. ലോറി ഡ്രൈവർ ലോറി പാലത്തിന്റെ അരികു ചേർത്ത് നിർത്തിയതിനാൽ അപകടം സംഭവിച്ചില്ല. പാലത്തിന് മുകളിൽ ലോറി നിർത്തിയതിനാൽ ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ലോറി ബ്രേക്ക് ഡൌൺ ആയ വിവരം ബന്ധപ്പെട്ട കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും മെക്കാനിക് എത്തിയാൽ ഉടൻ തന്നെ ലോറി പാലത്തിന് മുകളിൽ നിന്നും മാറ്റുമെന്നും ലോറി ഡ്രൈവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചന്ദേര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും നജ്മുൽ ഹുദ വിദ്യാർത്ഥി സമാജവും സംയുക്തമായി നബിദിന ഘോഷയാത്ര നടത്തി. മാണിയാട്ട് ബദർ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ചന്ദേരയിൽ സമാപിച്ചു. മുതിർന്നവരും യുവാക്കളും വിദ്യാർത്ഥികളും അണിനിരന്ന ഘോഷയാത്രയ്ക്ക് മദ്രസ വിദ്യാർത്ഥികളുടെയും മാണിയാട്ട് ബദറുൽ ഹുദ കൾച്ചറൽ സെന്റർ കലാകാരന്മാരുടെയും ദഫ്മുട്ടും വർണ്ണശബളമായ ഡിസ്പ്ലേയും മാറ്റുകൂട്ടി. ചന്ദേര ജുമാ മസ്ജിദ് പരിസരത്ത് ഘോഷയാത്ര സമാപിച്ചു. നബിദിന ഘോഷയാത്രയ്ക്ക് ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ, APP കുഞ്ഞഹമ്മദ് ഹാജി, MK ജംഷീർ, MK ഇസ്മായിൽ ഹാജി, MTP യൂസഫ് ഹാജി, TK അബ്ദുൽ സത്താർ ഹാജി, ടി അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുരപലഹാരങ്ങളും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂം ചാലയിൽ പൂവസന്തം. ചെണ്ടുമല്ലിപ്പാടം കാണാൻ ഒഴുകിയെത്തി നാട്ടുകാർ. കണ്ടാൽ മൈസൂരിലെയോ ഗുണ്ടൽപേട്ടിലെയോ പൂപ്പാടമെന്ന് തോന്നും. ഏഴോം പഞ്ചായത്തിലെ കണ്ണൂം ചാലയിലെ കുന്നിൻ ചെരുവിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കും. മനോഹരമായ പൂപ്പാടത്ത് റീൽ ഷൂട്ട് ചെയ്യാനും സെൽഫി എടുക്കാനുമായി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. കാട് മൂടിക്കിടക്കുന്ന പ്രദേശം വെട്ടിത്തെളിച്ചാണ് തനിമ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ പൂക്കൃഷിയൊരുക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി ഏഴം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സഹകരിച്ചാണ് 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഏഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ചാലായിലുള്ള JLG തനിമ ഗ്രൂപ്പ് ഒരു 10-25ഓളം സെൻറ്റ് സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇനി ഈ ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞാൽ നമുക്കിവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഏഴം കൃഷിഭവന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കൃഷി നടത്തിയത്. ഇത്തവണ 13 JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തിയതായി കൃഷി ഓഫീസർ ബുഷ്ര പറഞ്ഞു. കുറേ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത് പ്രതീക്ഷിച്ചതല്ല. അവർ വളരെയധികം ടെൻഷൻസിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഓരോ സ്റ്റേജിലും നമ്മൾ ഇവിടെ വന്ന് കാണുകയും
തക്കതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരതുപോലെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പൂക്കളൊക്കെ വിരുന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി നടത്തിയ പൂക്കൃഷി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ കർഷകർ. നേരത്തെ JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നെൽകൃഷിയും നടത്തിയിരുന്നു. ചെണ്ടുമല്ലി വിളവെടുപ്പ് പൂർത്തിയായാൽ ഇവിടെ പച്ചക്കറി കൃഷി നടത്താനാണ് തീരുമാനം. സ്ഥിരം സമിതി അധ്യക്ഷൻ K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, കൃഷി ഓഫീസർ ബുഷ്ര, കൃഷി അസിസ്റ്റന്റ് K. മഹേഷ് എന്നിവർ പങ്കെടുത്തു. കാടുമൂടി കിടക്കുന്ന ഒരു പ്രദേശത്തെ വൃത്തിയാക്കി പൂക്കളുടെ മനോഹരമായ ലോകമാക്കി മാറ്റിയതോടെ കണ്ണോം ചാലയിലെ ചെണ്ടുമല്ലിപ്പാടം ഏഴോത്തിന്റെ പുതിയ ഓണക്കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിൽ പുതിയ ഫാഷൻ വിസ്മയം ക്ലോത്തോറ ബൊട്ടിക് പ്രവർത്തനം ആരംഭിച്ചു. ലേഡീസ് കിഡ്സ് വെയറുകൾക്കൊപ്പം വെസ്റ്റേൺ വെഡ്ഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫാഷൻ ലോകത്ത് പുത്തൻ ട്രെൻഡുകളുമായി പയ്യന്നൂരിൽ ക്ലോത്തോറ പ്രവർത്തനം ആരംഭിച്ചു. ലേഡീസ് കിഡ്സ് വെയറുകൾക്കൊപ്പം വെസ്റ്റേൺ വെഡ്ഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ സൗകര്യവും ക്ലോത്തോറയിൽ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് കർമ്മം ക്ലോത്തോറ MD ആബിദ് കവായിയുടെ മാതാപിതാക്കളായ മുസ്തഫ പാലക്കോടൻ, നഫീസ ആയാർഗത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ പ്രൈം ഗസ്റ്റായി സതീശൻ, റോയൽ ഗസ്റ്റായി ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും റോയൽ കോംപ്ലക്സ് കമ്മ്യൂണിറ്റിയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാനായി യുവജന കലാസമിതി ഓഗസ്റ്റ് 27 നടത്തുന്ന വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് മീൻകുഴി ഡാമിൽ ഉത്തരമേഖല ഫ്ലോട്ടിംഗ് ഓണത്തല്ല് മത്സരത്തിന്റെ മുന്നോടിയായി മീൻകുഴി പാർക്കിൽ നാട്ടുകാർക്ക് വേണ്ടി പ്രാദേശിക ഓണത്തല്ല് നടത്തി. നാട്ടുകാരും കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു. കാനായി യുവജന കലാസമിതി ഓഗസ്റ്റ് 27 നടത്തുന്ന വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് മീൻകുഴി ഡാമിൽ ഉത്തരമേഖല ഫ്ലോട്ടിംഗ് ഓണത്തല്ല് മത്സരത്തിന്റെ മുന്നോടിയായി മീൻകുഴി പാർക്കിൽ നാട്ടുകാർക്ക് വേണ്ടി പ്രാദേശിക ഓണത്തല്ല് നടത്തി. നാട്ടുകാരും കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു. അർജുൻ TK ഒന്നാം സമ്മാനമായ പൂവൻകോഴിയും കൃഷ്ണദേവ് KV രണ്ടാം സമ്മാനമായ താറാവും മത്സരിച്ച് നേടി. വാർഡ് കൗൺസിലർമാരായ P. സുരേഷും PP സീതയും സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ VV ഗിരീഷ്, K. ജീവൻകുമാർ, P. വിനോദ്, ഉണ്ണിക്കാനായി, സത്യൻകാനായി, രഞ്ജിത്ത്, അജയൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മടങ്ങിപ്പോകാത്ത ദേശാടന കിളികൾ നാട്ടുകാർക്ക് കൗതുകമാകുന്നു. വേനൽക്കാലത്ത് കരിവള്ളൂരിലെ പാടശേഖരങ്ങളിലെത്തിയ ദേശാടന കിളികളാണ് മടങ്ങാൻ കൂട്ടാക്കാതെ ഇവിടെ തന്നെ തുടരുന്നത്. ഇനിയും മടങ്ങിപ്പോകാത്ത ദേശാടന കിളികൾ നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നു. വേനൽക്കാലത്താണ് ഇവ പാടങ്ങളിൽ എത്താറുള്ളത്. മഴ തുടങ്ങുമ്പോൾ മടങ്ങിപ്പോവുകയും ചെയ്യും. ഇത്തവണ പക്ഷേ മടങ്ങിപ്പോകാത്ത അനേകം ദേശാടന പക്ഷികളെ പാടങ്ങളിൽ കാണാം. തങ്ങൾക്ക് പറ്റിയ ആവാസ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ദേശാടന പക്ഷികൾ മടങ്ങിപ്പോകാതിരിക്കുന്നത്. പല വർണ്ണങ്ങളിലുള്ള പക്ഷികളെ കാണാം. വർഷങ്ങളായി തരിശായി കിടക്കുന്ന പാടങ്ങളിൽ ഭക്ഷണം സുലഭമായി ലഭിക്കുന്നതുകൊണ്ടാവാം ഇവ മടങ്ങിപ്പോകാതിരിക്കുന്നത്. വെയിൽ വരുമ്പോഴും അന്ത്യാകുമ്പോഴും ദേശാടന പക്ഷികളെ വയലുകളിൽ കാണാം.
ഏറെ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണപ്പൂക്കളത്തിൽ നിറം പകരാൻ സിംഗപ്പൂർ ഡേസിയും. മഞ്ഞ നിറം പൂക്കളത്തിന് തിളക്കവും ഭംഗിയും നൽകുന്നതിനാൽ മറ്റു പൂക്കൾക്കൊപ്പം തന്നെ സിംഗപ്പൂർ ഡേസിക്കും പ്രിയമേറുന്നു. ഓണപ്പൂക്കളത്തിൽ നിറം പകരാൻ സിംഗപ്പൂർ ഡേസിയും. ഓണം അടുത്തെത്തിയതോടെ പൂക്കളമൊരുക്കാനുള്ള ഒരുക്കങ്ങളും സജീവമായി. നാട്ടിൻപുറങ്ങളിലെ പൂക്കളിൽ പരമ്പരാഗത പൂക്കൾക്കൊപ്പം വ്യത്യസ്ത നിറവും ഭംഗിയും നൽകാൻ സിംഗപ്പൂർ ഡേസിയും ഇടം പിടിക്കുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളുമായി കൂട്ടമായി വിരിയുന്ന സിംഗപ്പൂർ ഡേസി പൂക്കളത്തിന് പ്രത്യേക ആകർഷണം നൽകുന്നു. പെട്ടെന്ന് വളർന്നു പടരുന്ന സ്വഭാവവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാണ് വീട്ടുവളപ്പിലും പൂന്തോട്ടങ്ങളിലും ഇത് വളർത്താൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ഓണക്കാലത്ത് പൂക്കളമൊരുക്കുന്നത് മലയാളികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയിൽ ലഭിക്കുന്ന പൂക്കൾ ശേഖരിച്ച് വിവിധ നിറങ്ങളിലും രൂപങ്ങളിലുമായി പൂക്കളം തീർക്കുന്നതിലൂടെ ഓണത്തിന്റെ ഗ്രാമീണ സൗന്ദര്യവും കൂട്ടായ്മയും പുതുതലമുറയിലേക്കും കൈമാറുന്നു. ഈ ഓണക്കാലത്ത് മഞ്ഞ പൂക്കളങ്ങളുടെ മനോഹാരിതയുമായി സിംഗപ്പൂർ ഡേസിയും പൂക്കളങ്ങളിൽ വേറിട്ട സാന്നിധ്യമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സ്പർശം ഓട്ടിസം സെന്റർ, സ്പെഷ്യൽ കെയർ സെന്റർ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾ എന്നിവർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. തുടർന്ന് ഓണച്ചങ്ങാതി ഗൃഹാതുര വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ വീടുകളിലെത്തി. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സ്പർശം ഓട്ടിസം സെന്റർ, സ്പെഷ്യൽ കെയർ സെന്റർ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾ എന്നിവർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. BMLP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പ്രദീപന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബഷീർ പാറോൽ മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ TV, നഗരസഭാ കൗൺസിലർമാരായ T. ദാക്ഷായണി, രജിത P, VHSE മേഖലാ ഡയറക്ടർ ഉദയകുമാരി ടീച്ചർ, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ EC വിനോദ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MA, HM ശ്രീലത ടീച്ചർ, VHSE പ്രിൻസിപ്പാൾ ബിന്ദു K, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സിന്ധു K, ബിന്ദു M എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വിനോദ് കുമാർ MV സ്വാഗതവും രമേശൻ പേരൂൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കുട്ടികൾക്കൊപ്പം എല്ലാവരും ഓണസദ്യ കഴിച്ചു. തുടർന്ന് ശാരീരിക പരിമിതികളാൽ വീടുകളിൽ കഴിയേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ സാമൂഹികമായി ഉൾച്ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണച്ചങ്ങാതി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ വീടുകളിലെത്തി. യാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MAയും SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബഷീർ പാറോലും ചേർന്ന് നിർവഹിച്ചു. കുട്ടികളുടെ വീടുകളിലെത്തി മധുരവും ഓണസമ്മാനങ്ങളും നൽകി. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഓണച്ചങ്ങാതി പരിപാടി സംഘടിപ്പിക്കുകയാണ്. വിവിധങ്ങളായിരിക്കുന്ന പരിപാടികൾ ഓണച്ചങ്ങാതിക്കൊപ്പം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ഓണക്കിറ്റും അതുപോലെ ഓണക്കൊടിയും ഓണസമ്മാനങ്ങളും ഓണപ്പായസവും ഒക്കെ മധുരമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ഈ ഓണച്ചങ്ങാതി പരിപാടികൾ നമ്മൾ ആഘോഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യോഗക്ഷേമ സഭ വടശ്ശേരി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. യോഗക്ഷേമ സഭ മന്ദിരത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് TC മാധവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. യോഗക്ഷേമ സഭ വടശ്ശേരി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. യോഗക്ഷേമ സഭാ മന്ദിരത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് TC മാധവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട്. ഇവിടെ രാമായണ മാസം ആഘോഷിച്ചു. അതുപോലെ എല്ലാ പരിപാടികളും നടത്തുക. അതുപോലെ ജില്ല പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി സമയബന്ധിതമായി തീർക്കുന്ന ചുരുക്കം ചില ഉപസഭകളിൽ ഒന്നാണ് വടശ്ശേരി ഉപസഭ. പെരിങ്ങോട്ടിലം കേശവൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനായി. വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി പങ്കജവല്ലി കാരക്കാട് മുഖ്യാതിഥിയായി. TC ശംഭു നമ്പൂതിരി, EI കൃഷ്ണൻ നമ്പൂതിരി, C കേശവൻ നമ്പൂതിരി, N സുബ്രഹ്മണ്യൻ നമ്പൂതിരി, നാരായണ മാസ്റ്റർ പുതുമന, ലക്ഷ്മി മണികണ്ഠൻ, EK ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ തിരുവാതിരകളി, മറ്റ് കലാപരിപാടികൾ, കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ആലക്കാട് ശ്രീ കളരിക്കാൽ ക്ഷേത്രത്തിലെ നിറപുത്തരി ആഘോഷവും അനുമോദന ചടങ്ങും നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആലക്കാട് ശ്രീ കളരിക്കാൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറപുത്തരി ഉത്സവവും തുടർന്ന് പ്രസാദ വിതരണവും
2025-26 വർഷത്തെ കേരള സർക്കാരിന്റെ കണ്ണൂർ ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് നേടിയ MP കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി P ബാലകൃഷ്ണൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. MP രാഘവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. KV ബാലകൃഷ്ണൻ നമ്പ്യാർ, P ലക്ഷ്മണൻ നമ്പ്യാർ, A രാമചന്ദ്രൻ, മനിയേരി രാമചന്ദ്രൻ നമ്പ്യാർ, മാത്തിൽ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സന്ദീപ് K ജയറാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അതുപോലെ കുറച്ച് ആളുകൾ കൂടുന്ന ഈ സമയത്തിൽ പണം കിട്ടാതായ ഇതിൻ്റെ ഭാരവാഹിയോട് നന്ദി പ്രകാശിക്കുന്നു. പിന്നെ ഒന്ന് പറയാം, ബന്ധുക്കളെ, നാട്ടുകാരെ, ഊരാളന്മാരെ ഉണ്ട്. അതെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇതിന് ശേഷം ക്ലാസ് നിലയ്ക്ക് എല്ലാവർക്കും അതുകൊണ്ട് പറയാവുന്നതാണ്. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ P വാസന്തി അധ്യക്ഷയായി. PV ചന്ദ്രൻ, P ഉഷ, C രവീന്ദ്രൻ, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വാണിയ സമുദായ സമിതി കേരള കോറോം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ക്ഷേത്രസ്ഥാനികരെ ആദരിക്കുകയും ചെയ്തു. TV ഗോവിന്ദൻ കോമരം ഉദ്ഘാടനം ചെയ്തു. വാണിയ സമുദായ സമിതി കേരള കോറോം യൂണിറ്റ് 2026 വർഷത്തെ SSLC+2, CBSE, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള മുച്ചിലോട്ടംബിക പ്രതിഭാ പുരസ്കാരവും ക്ഷേത്ര ആചാരസ്ഥാനികരെ ഓണപ്പുടവ് നൽകി ആദരിക്കലും ചടങ്ങ് നടന്നു. കണ്ടോത്ത് ശ്രീ കൂർമ്പ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കോറോം മുച്ചിലോട്ടുകാവ് മാനേജിംഗ് ട്രസ്റ്റി TV ഗോവിന്ദൻ കോമരം ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങ് വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനം കിട്ടത്തക്ക വിധത്തിലുള്ള പരിപാടി ആവിഷ്കരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വാണിയ സമുദായത്തിലെ കുട്ടികൾ കൂടുതൽ ഉപരിപഠനത്തിലെത്തി വിദ്യാസമ്പന്നരാവണം എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ആഗ്രഹം. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് P രാഘവൻ അധ്യക്ഷത വഹിച്ചു. K വിജയൻ മാസ്റ്റർ സംഘടനാ വിശദീകരണം നടത്തി. VC നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. K കണ്ണൻ അന്തിത്തിരിയൻ, BP ബാലൻ, V നാരായണൻ, PV മോഹനൻ, P ഗോപാലൻ, പത്മാക്ഷി ടീച്ചർ, C കുഞ്ഞപ്പൻ, KV ബാലൻ, കരുണാകരൻ K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. Network News is brought to you in association